ഒന്നും നൽകാതിരിക്കുന്നതിലും എല്ലാം നൽകുന്നതിലും ദൈവത്തിന് പദ്ധതിയുണ്ട്. എല്ലാം നൽകുമ്പോഴും അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്. എല്ലാം നൽകുന്നതിനും ഒന്നും നൽകാതിരിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരുപക്ഷെ നീ ഇന്ന് ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയുന്നത് എല്ലാം നൽകിയതിന്റെ പേരിലായിരിക്കും. ദൈവം എന്നെ അവഗണിച്ചു എന്ന് പറയുന്നത് ഒന്നും നൽകാത്തതിന്റെ പേരിലായിരിക്കും. ഒരു ജോലിക്ക് വേണ്ടി വളരെയധികം അധ്വാനിച്ചിട്ടുണ്ടോ? നൽകാതിരിക്കുന്നതിലും ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പരീക്ഷ എഴുതി പാസ്സാകാത്തതിന്റെ പിന്നിലും ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? സാമ്പത്തിക ഞെരുക്കത്തിന്റെ പിന്നിലുമുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ വളരെയധികം പ്രതികൂലമായ സാഹചര്യം നിന്റെ ഭവനത്തിൽ നിൽക്കുമ്പോഴുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് വചന ശുശ്രൂഷയിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിലെ വേദനകൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. വിശപ്പറിയിപ്പിച്ച് സംതൃപ്തിപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ചാണ്. ഒന്നും നൽകാതിരിക്കുന്നതിലും എല്ലാം നൽകുന്നതിലും ദൈവത്തിന് പദ്ധതിയുണ്ട്. നമുക്കൊന്നും കിട്ടിയില്ല, അതിൽ ദൈവം ഇല്ല, ദൈവം ഇടപെടുന്നില്ല എന്ന് കരയുന്നുണ്ട്. എല്ലാം നൽകുമ്പോഴും അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്. എല്ലാം നൽകുന്നതിനും ഒന്നും നൽകാതിരിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരുപക്ഷെ നീ ഇന്ന് ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയുന്നത് എല്ലാം നൽകിയതിന്റെ പേരിലായിരിക്കും. ദൈവം എന്നെ അവഗണിച്ചു എന്ന് പറയുന്നത് ഒന്നും നൽകാത്തതിന്റെ പേരിലായിരിക്കും. നീ എന്നെ ദൈവം അവഗണിച്ചു എന്ന് പറയുകയും അവഗണനയുടെ പിന്നിലുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? തിരസ്കരണത്തിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നീ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം നടക്കാത്തതിന്റെ പിന്നിലുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ജോലിക്ക് വേണ്ടി വളരെയധികം അധ്വാനിച്ചിട്ടുണ്ടോ? നൽകാതിരിക്കുന്നതിലും ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പരീക്ഷ എഴുതി പാസ്സാകാത്തതിന്റെ പിന്നിലും ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? സാമ്പത്തിക ഞെരുക്കത്തിന്റെ പിന്നിലുമുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ വളരെയധികം പ്രതികൂലമായ സാഹചര്യം നിന്റെ ഭവനത്തിൽ നിൽക്കുമ്പോഴുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാത്തിനും പിന്നിലൊരു ദൈവിക പദ്ധതിയുണ്ട്. ഇസ്രായേൽക്കാരുടെ മരുഭൂമിയിലുള്ള യാത്രയിൽ ദൈവം അവരെ ഈ ചെങ്കടല് കഴിഞ്ഞ് അവരുടെ ഭക്ഷണമെല്ലാം തീരുമ്പോൾ വിശപ്പറിയിക്കാനായിട്ട് അനുവദിക്കുകയാണ്. ദാഹം അനുവദിക്കുകയാണ്. വിശപ്പറിയിക്കാനായിട്ട് അനുവദിക്കുന്ന എന്തിനാ? അതിന്റെ പിന്നിലൊരു പദ്ധതിയുണ്ട്. അവർ വിശപ്പറിഞ്ഞെങ്കിൽ മാത്രമേ ഭക്ഷണത്തിന് വേണ്ടി വിളിക്കുകയുള്ളൂ. അങ്ങനെ അവർ ഭക്ഷണത്തിന് വേണ്ടി നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് നൽകുന്ന ഭക്ഷണം എന്താണ്? ദൈവം നൽകുന്ന ഭക്ഷണം മന്നായാണെന്ന് നമുക്കറിയാം. അതിനെക്കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്ന എന്താണ്? 78 സങ്കീർത്തനം 78 25 തിരുവചനം. മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു, അവിടുന്ന് ഭക്ഷണം സമർത്ഥമായി അയച്ചു. അപ്പൊ വിശപ്പിന്റെ വഴിയിലൂടെ കടന്നുപോയ, കണ്ണുനീരോടെ ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞ ജനത്തിന് ദൈവം നൽകിയ ഭക്ഷണം ഏതാണ്? സാധാരണ ഭക്ഷണമല്ല. കണ്ണുനീരോടെ ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച, അല്ലെങ്കിൽ മനമൊരുക്കി പ്രാർത്ഥിച്ച ജനത്തിന് കിട്ടിയ ഭക്ഷണം എന്ന് പറയുന്നത് സാധാരണ ഭക്ഷണമല്ല. അത് ദൈവദൂതന്മാരുടെ ഭക്ഷണമാണ്. വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകം 16 അധ്യായം, ജ്ഞാനത്തിന്റെ പുസ്തകം 16 അധ്യായം 20 തിരുവചനം. അങ്ങയുടെ ജനത്തിന് ദൈവദൂതന്മാരുടെ അപ്പം അങ്ങ് നൽകി. അവരുടെ അധ്വാനം കൂടാതെ തന്നെ ഓരോരുത്തർക്കും ആസ്വാദ്യമായ വിധം പാകപ്പെടുത്തിയ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് അങ്ങ് അവർക്ക് നൽകി. അപ്പോൾ ഇസ്രായേൽ ജനത്തിന് ദൈവം ഭക്ഷണം നൽകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇസ്രായേൽ ജനത്തിന് ദൈവം ഭക്ഷണം നൽകാതിരിക്കുന്നത് അവർക്ക് ഈ ഭൂമിയിലെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയല്ല, അവർക്ക് സ്വർഗത്തിന്റെ ഭക്ഷണം നൽകാൻ വേണ്ടിയാണ്. ആ സ്വർഗത്തിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് മന്നായാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയാണ്. അപ്പോൾ പരിശുദ്ധ കുർബാന അല്ലെങ്കിൽ മന്ന അവർക്ക് നൽകിയത് ഈ ഭൂമിയിലെ ഭക്ഷണമില്ലാതെ വരുമ്പോൾ ഈ നിത്യജീവിതത്തിന്റെ ഭക്ഷണത്തെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടാകാൻ വേണ്ടിയാണ്. ദൈവം നൽകുന്ന ഭക്ഷണത്തിന്റെ പ്രത്യേകതയുണ്ട്. ദൈവം പരിപാലിച്ച് പോറ്റുന്നതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ദൈവപരിപാലനയിൽ ദൈവത്തിന്റെ കരമുണ്ട്. മാനുഷിക പരിപാലനയിൽ മനുഷ്യന്റെ സ്വാധീനമുണ്ട്. ചിന്തിച്ചു നോക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? ദൈവം പരിപാലിക്കുന്നതാണോ മനുഷ്യൻ പരിപാലിക്കുന്നതാണോ? നമുക്കെല്ലാവർക്കും പരിപാലന ആവശ്യമാണ്. നമുക്കെല്ലാവർക്കും സംതൃപ്തി ആവശ്യമാണ്. നമുക്കെല്ലാവർക്കും ഭൗതിക അനുഗ്രഹങ്ങൾ ആവശ്യമാണ്. മനുഷ്യന് വഴിയായിട്ട് കിട്ടുന്ന മാനുഷിക അനുഗ്രഹങ്ങളാണോ, ദൈവം മനുഷ്യരിലൂടെ അല്ലെങ്കിൽ ദൈവം നേരിട്ട് നൽകുന്ന അനുഗ്രഹമാണ് ഏറ്റവും വലുത്? ദൈവം നൽകുന്ന അനുഗ്രഹത്തിന്റെയൊക്കെ പിന്നിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ദൈവത്തിന്റെ ഇടപെടലുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് ദാഹിക്കാൻ അനുവദിച്ചത്. പാറ പിളർന്ന് ദൈവം അവർക്ക്, അതായത് മെരീബ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ജനം മോശയ്ക്ക് ദൈവത്തിനും എതിരായിട്ട് സംസാരിച്ച് വെള്ളമില്ല. അങ്ങനെ വെള്ളമില്ലാതിരിക്കുമ്പോൾ ദൈവം അവർക്ക് കാണിച്ചുകൊണ്ട് കരിമ്പാറയിൽ നിന്ന് വെള്ളമില്ലാത്തടത്ത് നിന്ന്, വെള്ളത്തിന്റെ സാന്നിധ്യം പോലും ഇല്ലാത്തടത്ത് നിന്ന് പാറയെ പിളർന്ന് ദൈവം വെള്ളം കൊടുത്തത്. ആ നൽകുന്ന വെള്ളം ആര് നൽകിയതാണ്? ദൈവം നൽകുന്നതാണ്. ചില ജീവിതത്തിൽ ഉടനടി അനുഗ്രഹം കിട്ടാത്തതിന്റെ പിന്നിൽ ദൈവിക പദ്ധതിയുണ്ട്.
നീ മനസ്സിലാക്കണം, ചില അനുഗ്രഹങ്ങൾ വരുന്ന വഴി ഒരിക്കലും നിന്റെ അധ്വാനം കൊണ്ടല്ല, ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ്. ദൈവത്തിന്റെ ശക്തി കൊണ്ട് അവർ ഭക്ഷിച്ച അപ്പം ദൈവം നൽകിയ ഭക്ഷണമാണെന്ന് കാലക്രമത്തിൽ അവർക്ക് മനസ്സിലായി. അവർക്ക് നൽകിയ വെള്ളം ദൈവം നൽകിയതാണ് എന്ന് മനസ്സിലായി. അപ്പോൾ മരുഭൂമിയിൽ വെച്ചുള്ള ഭക്ഷണത്തിന്റെയും ജലത്തിന്റെയും അവർക്ക് കിട്ടിയ അനുഗ്രഹത്തിന്റെ ഒക്കെ പിന്നില് ദൈവത്തിന്റെ കരം കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ കരം ഗ്രഹിക്കാനായിട്ട് ദൈവം അനുവദിച്ചു. ഇതുപോലെ ഈ ഭൂമിയിൽ ഒരു ഭൗമിക ജീവിതം നയിക്കുമ്പോൾ, ചില കാര്യങ്ങൾ നിഷേധിക്കുമ്പോൾ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്, നീ ജീവിക്കേണ്ടത് ദൈവാനുഗ്രഹം കൊണ്ടാണ്, നീ കടന്നു പോകേണ്ടത് ദൈവം നയിക്കുന്ന വഴിയിലൂടെയാണ്, നിന്നെ തീറ്റിപ്പോറ്റേണ്ടത് ദൈവമാണ്, നിന്നെ അനുഗ്രഹിക്കേണ്ടത് ദൈവമാണെന്നുള്ള ബോധ്യമാണ് ജീവിതത്തിൽ വിശപ്പറിയിക്കാനായിട്ട് ദൈവം അനുവദിക്കുന്നത്. ചില വിശപ്പുകൾ അങ്ങനെയാണ്. മനുഷ്യർക്ക് അനേകം വിശപ്പുകളുണ്ട്. എല്ലാ വിശപ്പുകൾക്കും അനുഗ്രഹമായിട്ട് മാറണമെന്നില്ല. ഭൂമിയിലെ ഭൗമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വിശപ്പ് അനുഗ്രഹമായിട്ട് മാറും. മദ്യത്തിന് വേണ്ടിയുള്ള വിശപ്പ് അനുഗ്രഹമല്ല എന്നറിയാം. ഭക്ഷണത്തിന് വേണ്ടി, ആസക്തിക്ക് വേണ്ടി, ഇങ്ങനെയൊക്കെയുള്ള വിശപ്പുകളുണ്ട്. ദൈവത്തിന് വേണ്ടിയുള്ള വിശപ്പുണ്ടല്ലോ, ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ടല്ലോ, അത് ഏറ്റവും വലിയ ശ്രേഷ്ഠമാണ്. ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നവരാകുക, ദൈവത്തിന് വേണ്ടി വിശക്കുന്നവരാകുക. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഈശോയുടെ വിശപ്പെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ്. സമരിയാക്കാരി സ്ത്രീക്ക് വേണ്ടി ആ മരത്തിന്റെ, അല്ലെങ്കിൽ ആ കിണറ്റിൻ ചുവട്ടിൽ ഇരിക്കുന്ന കർത്താവ് അവൾക്ക് വേണ്ടി, അവളുടെ ആത്മാവിന് വേണ്ടിയുള്ള ദാഹമാണ്. സെക്കമൂർ മരത്തിന്റെ മുകളിൽ നിന്ന് സക്കേവൂസിനെ വിളിക്കുന്നത്, ആ മുകളിലിരിക്കുന്ന സക്കേവൂസിനെ വിളിക്കുന്നത് സക്കേവൂസിന്റെ ആത്മാവിന് വേണ്ടിയുള്ള ദാഹമാണ്. ഏറ്റവും വലിയ ദാഹത്തിന്റെ അടയാളമായിട്ട് കുരിശിൽ കിടന്ന് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ആർക്ക് വേണ്ടിയാണ്? വെള്ളത്തിന് വേണ്ടിയല്ല. താഴെ നിൽക്കുന്ന എല്ലാവരും കണ്ടിട്ടാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നത്, ഓരോ ആത്മാവിന് വേണ്ടി. അപ്പോൾ ഈ ദാഹത്തെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അനുഗ്രഹം? ചില ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദാരിദ്ര്യം, ആത്മീയ ദാരിദ്ര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്നതാണ്. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവം നിന്റെ കൂടെ നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അനുഗ്രഹത്തിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്നർത്ഥം. ദാരിദ്ര്യം, ആത്മീയ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു എന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിനും ദൈവത്തെ കാണാൻ കഴിയുക, എല്ലാത്തിനും ദൈവത്തിന്റെ ഇടപെടൽ മനസ്സിലാക്കാൻ കഴിയുക, എല്ലാത്തിനും ദൈവത്തിന്റെ പരിശുദ്ധമായ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് കഴിയുക. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഈ പരിശുദ്ധ കുർബാനയുടെ മൂല്യത്തെക്കുറിച്ച് ധ്യാനിക്കണം. ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ഒരുപക്ഷെ പരിശുദ്ധ കുർബാനയോട് അത്ര ദാഹമില്ലാത്ത വ്യക്തിയായിരിക്കാം, പരിശുദ്ധ കുർബാന മുടക്കുന്ന വ്യക്തിയായിരിക്കാം, പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം. ഈ ഭൂമിയിലെ മറ്റ് അപ്പങ്ങളെക്കാളും രുചിയേറിയ അപ്പമാണ് പരിശുദ്ധ കുർബാന എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാ കാര്യം? ഈ ഭൂമിയിലെ മനുഷ്യന്റെ ശരീരത്തിന് വേണ്ടിയുള്ള ഭക്ഷണമായിട്ട് പരിശുദ്ധ കുർബാനയെ കാണാൻ കഴിയില്ല. നമ്മൾ കഴിക്കുന്ന ഈ ഭൂമിയിലെ എല്ലാ ഭക്ഷണങ്ങളെക്കാളും രുചിക്കുറവുണ്ട് പരിശുദ്ധ കുർബാന. നിന്റെ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ. എന്താ? നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിശുദ്ധ കുർബാനയെ കുറിച്ച് ധ്യാനിക്കുമ്പോഴോ, ഈ ഭൂമിയിൽ നൽകപ്പെടുന്ന എല്ലാ ഭക്ഷണങ്ങളെക്കാളും എത്രമാത്രം വിലപ്പെട്ടതാ പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയുടെ വില നിന്റെ ആത്മരക്ഷയുമായിട്ട് ചിന്തിക്കുമ്പോഴാണ്. നീ ഇന്ന് ഏറ്റവും വില കൂടിയതായി എന്ന് കരുതിയിരിക്കുന്ന പലതിനേക്കാളും വില പരിശുദ്ധ കുർബാനയ്ക്കുണ്ട്. ഒരുപക്ഷെ ജോലി വിലപ്പെട്ടതായിരിക്കാം, പണം വിലപ്പെട്ടതായിരിക്കാം. അങ്ങനെ വിലപ്പെട്ടു എന്ന് പറയുന്ന പലതിനേക്കാളും എത്ര 10 മടങ്ങ് വിലപ്പെട്ടതാണ് പരിശുദ്ധ കുർബാന. അതാണ് ഈ ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ട എല്ലാ ഭക്ഷണത്തെക്കാളും പരിശുദ്ധ കുർബാനയുടെ രുചി വർദ്ധിച്ചതിന്റെ കാരണം, അല്ലെങ്കിൽ അത്രയും വിലപ്പെട്ടതായി തീരാൻ കാരണം, രുചിയേറിയ ഭക്ഷണമാണെന്ന് പറയാൻ കാരണം, ഈ ഭക്ഷണം നിന്റെ ആത്മാവിനെ രക്ഷിക്കാനുള്ള ഭക്ഷണമാണ്. നിന്റെ ശരീരത്തെ രക്ഷിക്കാനായിട്ട് നീ കഴിക്കുന്ന ഭക്ഷണം പോലെ അല്ല പരിശുദ്ധ കുർബാന. അങ്ങനെ നിന്റെ ശരീര രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണെങ്കിൽ പരിശുദ്ധ കുർബാനയ്ക്ക് രുചി പകരാനായിട്ട് കഴിയില്ല. നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരു മൂല്യമുണ്ട്. അതുകൊണ്ട് നീ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ കുർബാനയുള്ള ദാഹവും സ്നേഹവും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ കുർബാനയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, ജീവിക്കുന്ന സാക്ഷിയായിട്ട് മാറിക്കൂ. പരിശുദ്ധ കുർബാനയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. ദൈവം നിനക്ക് ചില കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്നത്, ദൈവം നിനക്ക് നൽകാതിരിക്കുന്നത് ഏറ്റവും വിലപ്പെട്ടത് നിനക്ക് നൽകാൻ വേണ്ടിയാണ്. ഏറ്റവും വലിയ വിലപ്പെട്ട അനുഗ്രഹം ദൈവം നിന്റെ കൂടെ നിൽക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് യഥാർത്ഥ വിശപ്പ് ദൈവത്തിന് വേണ്ടിയുള്ള വിശപ്പായിട്ട് മാറട്ടെ. യഥാർത്ഥ ഭക്ഷണം പരിശുദ്ധ കുർബാനയായിട്ട് മാറട്ടെ. യഥാർത്ഥ അന്വേഷണം ദൈവമായിട്ട് മാറട്ടെ. ജീവിതത്തിൽ ദൈവത്തെ മുറുകെ പിടിക്കുന്നവരായിട്ട് ജീവിക്കാൻ ഈശോ നിങ്ങളെ സഹായിക്കട്ടെ. ഈ ശുശ്രൂഷയിലൂടെ പരിശുദ്ധ കുർബാനയോടും ദൈവികമായ സാന്നിധ്യത്തോടും നിന്റെ ഉള്ളിൽ ബന്ധം വർദ്ധിക്കട്ടെ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.